ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വാച്ചുമരം ആദിവാസി കോളനിയിലെ ഊരുമൂപ്പന്റെ ഭാര്യ വത്സയുടെ മൃതദേഹം സംസ്കരിച്ചു. വനംവകുപ്പിന്റെ ധനസഹായം DFOR ലക്ഷ്മി ഊരുമൂപ്പൻ രാജന് കൈമാറി. മുഖ്യമന്ത്രിയുടെ 12 ഇന പരിപാടിയിൽ ഉൾപ്പെടുത്തി കൊടകര ഗ്രാമപഞ്ചായത്ത് കൊടകര ഗാന്ധിനഗറിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചു. വിശ്രമ കേന്ദ്രം അടച്ചുപൂട്ടി. കലാഭവൻ മണി വിട പറഞ്ഞിട്ട് ഇന്ന് 8 വർഷം. മണിയെ അനുസ്മരിച്ച് ചാലക്കുടിയിൽ വിവിധ സംഘടനകൾ അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വാച്ചുമരം ആദിവാസി കോളനിയിലെ ഊരുമൂപ്പന്റെ ഭാര്യ വത്സയുടെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തുടർന്നാണ് കോളനിയിൽ എത്തിച്ച് സംസ്കരിച്ചത്. വനം വകുപ്പിന്റെ ധനസഹായം DFOR ലക്ഷ്മി ഊരുമൂപ്പൻ രാജന് കൈമാറി. ആദിവാസികളും നാട്ടുകാരുമായി നിരവധി പേർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. എന്നാൽ ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ സംസ്കാര ചടങ്ങിലെത്തുകയോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുകയോ ചെയ്തില്ലെന്ന ആക്ഷേപമുയർന്നു. അതിരപ്പള്ളി മേഖലയിൽ കരിദിനാചരണം നടത്തിയതല്ലാതെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നും ചെയ്തില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ വത്സല കൊല്ലപ്പെട്ടത്. മീഡിയ ടൈം, ചാലക്കുടി. മുഖ്യമന്ത്രിയുടെ 12 ഇന പരിപാടിയിൽ ഉൾപ്പെടുത്തിയ കൊടകര ഗ്രാമപഞ്ചായത്ത് കൊടകര ഗാന്ധിനഗറിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചു. വിശ്രമ കേന്ദ്രം അടച്ചുപൂട്ടി. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയായിരുന്നു. ഇതേ തുടർന്നായിരുന്നു സെക്രട്ടറിയുടെ നടപടി. വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ച് മുൻ പഞ്ചായത്ത് അംഗം വിനയൻ തോട്ടാപ്പള്ളി നൽകിയ പരാതിയെ തുടർന്നാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വഴിയോര വിശ്രമ കേന്ദ്രത്തിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ച് അടച്ചുപൂട്ടിയത്. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയായിരുന്നു. ഇതേ തുടർന്നായിരുന്നു സെക്രട്ടറിയുടെ നടപടി. വിശ്രമ കേന്ദ്രത്തിലുള്ള ശുചിമുറി അടഞ്ഞുകിടക്കുകയാണെന്നും ഇവിടെയുള്ള തണൽമരത്തിന്റെ ശിഖരങ്ങൾ അനധികൃതമായി മുറിച്ചുമാറ്റിയെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. കൂടാതെ കുടുംബശ്രീ പ്രവർത്തകർക്കാണ് വിശ്രമ കേന്ദ്രം നടത്തുവാനുള്ള ചുമതല നൽകേണ്ടതെന്നും ഇപ്പോൾ ഇവിടെ ഹോട്ടൽ വ്യവസായമാണ് നടക്കുന്നതെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. അതേസമയം പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ അനധികൃത നിർമ്മാണം നടത്തുന്നു എന്ന പരാതി ലഭിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി കഴിഞ്ഞ ദിവസം സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും വീണ്ടും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് അടച്ചുപൂട്ടി താക്കോൽ ഭരണസമിതിക്ക് കൈമാറുമെന്നും ഭൂരിപക്ഷ തീരുമാനപ്രകാരം നടപടിയെടുക്കുമെന്നും സെക്രട്ടറി പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ MK ഷൈൻ, വിനയൻ തോട്ടാപ്പള്ളി, സദാശിവൻ കുറുവത്ത്, VR രഞ്ജിത്ത്, സിജോ മാത്തള, ഡെൽജിത്ത് ഞെർണേലി, പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ ജോഷി, ബിജി ഡേവിസ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടകര. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ക്ഷേത്ര പുറമ്പോക്ക് ലേലം 33,33,333 രൂപ റെക്കോർഡ് നിരക്കിൽ ഉറപ്പിച്ചു. ഓപ്പൺ ലേലത്തിന് ശേഷം ടെൻഡർ തുറന്നപ്പോഴാണ് 33,33,333 രൂപയ്ക്ക് ലേലം ഉറപ്പിച്ചത്. കൊടുങ്ങല്ലൂർ സ്വദേശി കരിനാട്ടിൽ ലാലുവാണ് ടെൻഡർ സമർപ്പിച്ചത്. 10,30,000 രൂപ വരെ ലേലം വിളിച്ച ശേഷമാണ് മുദ്രവെച്ച ടെൻഡർ തുറന്നത്. തഹസിൽദാർ M അനിൽകുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ സുരേഷ് കുമാർ എന്നിവർ ലേല നടപടികൾ നിയന്ത്രിച്ചു. കഴിഞ്ഞ വർഷം 4.5 ലക്ഷം രൂപയ്ക്കാണ് ലേലം നടന്നത്. താലപ്പൊലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള കാവ് പുറമ്പോക്ക് ലേലം, വാശിയേറിയ ലേലം വിളിക്കൊടുവിൽ ടെൻഡറിലൂടെ 51,05,000 രൂപയ്ക്കാണ് ലേലാവകാശം മുരളി എന്നയാൾ കരസ്ഥമാക്കിയത്. 8 കൊട്ടേഷൻ ഉൾപ്പെടെ 51 പേർ ലേലത്തിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ വർഷം 7,10,000 രൂപയ്ക്കാണ് താലപ്പൊലിക്കാവ് പുറമ്പോക്ക് ലേലം ചെയ്തത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കലാഭവൻ മണി വിട പറഞ്ഞിട്ട് ഇന്ന് 8 വർഷം. മിമിക്രി വേദികളിൽ നിന്ന് ഹാസ്യതാരമായി സിനിമയിലെത്തിയ മണി വിവിധ ഭാഷകളിൽ അഭിനയിച്ചു. മണിയെ അനുസ്മരിച്ച് അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ഇന്ന് മണിയുടെ നാടായ ചാലക്കുടിയിൽ വിവിധ സംഘടനകൾ അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചു.
കലാകാരന്മാരുടെ സംഘടനയായ ഫേസ് ചാലക്കുടിയുടെ പ്രഥമ കലാഭവൻ മണി പുരസ്കാരം ഗായകനും മിമിക്രി കലാകാരനുമായ കലാഭവൻ ജയന് നൽകി. കലാഭവൻ മണിയുടെ 8ാം ചരമവാർഷിക ദിനമായ ഇന്ന് കാരുണ്യസ്പർശം കലാഭവൻ മണി അനുസ്മരണം സംഘടിപ്പിച്ചു. മനോജ് ഗിന്നസ് ഉദ്ഘാടനം ചെയ്തു. ബിജു ചാലക്കുടി അധ്യക്ഷനായി. സംവിധായകൻ സുന്ദർദാസ് മുഖ്യാതിഥിയായി. മുനിസിപ്പൽ കൗൺസിലർ വി ജെ ജോജി അനുസ്മരണ പ്രഭാഷണവും ഡയാലിസിസ് കിറ്റുകളുടെ വിതരണവും നടത്തി. കലാഭവൻ ജോബി, ജോഷി പുത്തിരിക്കൽ, സിക്ക് സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മണിയോടൊപ്പം സ്റ്റേജ് പരിപാടികൾ നടത്തിയ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ കലാസന്ധ്യ നടത്തി. 8ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് 8 കിഡ്നി രോഗികൾക്ക് 3 ഡയാലിസിസ് കിറ്റുകൾ വീതമാണ് വിതരണം ചെയ്തത്. തുടർന്ന് അന്നദാനം നടന്നു. ചാലക്കുടി കുന്നിശ്ശേരി കുടുംബ ട്രസ്റ്റ്, പുരോഗമന കലാസാഹിത്യ സംഘം, പട്ടികജാതി ക്ഷേമസമിതി എന്നിവയുടെ നേതൃത്വത്തിൽ കലാഭവൻ മണിയുടെ 8ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി. കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗ്രഹത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ വിനയൻ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ കലാഭവൻ മണി പുരസ്കാരം ഗായകൻ കലാഭവൻ പീറ്ററിന് സമ്മാനിച്ചു. 10,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻ MLA BD ദേവസി, ഗായകൻ പ്രദീപ് സോമസുന്ദരം, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, സീമ ജി നായർ, യവനിക ഗോപാലകൃഷ്ണൻ, പ്രശാന്ത് പുന്നപ്ര തുടങ്ങിയവർ സംസാരിച്ചു. കലാഭവൻ മണിയുടെ 8ാം ചരമവാർഷിക ദിനത്തിൽ LDF പാർലമെന്ററി സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് ചാലക്കുടിയിൽ മണിയുടെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. മുൻ MLA BD ദേവസി, UP ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. ആലുവ ശിവരാത്രി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ ആലുവ ശിവരാത്രി ആഘോഷം മാർച്ച് 8 നടക്കുന്നതിന്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നു. വ്യാപാരമേളയ്ക്ക് ആവശ്യമായ സ്റ്റാളുകളുടെയും അമ്യൂസ്മെന്റ് പാർക്കുകളുടെയും നിർമ്മാണങ്ങളാണ് ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവരാത്രി ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമാണ് വ്യാപാരോത്സവം. ശിവരാത്രി ദിവസം മുതൽ 1 മാസമാണ് വ്യാപാരമേള നടക്കുക. ഇത്തവണ വ്യാപാരമേള നടക്കുന്നത് ജർമ്മൻ ടെന്റുകളിലാണ്. അതുകൊണ്ട് തീപിടുത്തവും ചൂടും ഉണ്ടാവില്ലെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ശിവരാത്രി മഹോത്സവം ഹരിത മാർഗരേഖ പാലിച്ചായിരിക്കും നടക്കുക. ഭക്ഷണ സാധനങ്ങളുടെ വിലവിവര പട്ടിക പരിശോധിക്കാൻ സംയുക്ത സ്ക്വാഡുകൾ രംഗത്തുണ്ടാകും. വ്യാപാരോത്സവത്തോടനുബന്ധിച്ച് അമ്യൂസ്മെന്റ് പാർക്കിൽ ഇക്കുറി വ്യത്യസ്ത റൈഡുകളും ഉണ്ടാകും. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി 35 റൈഡുകളുണ്ടാകും. സുരക്ഷയ്ക്കായി 1200 പോലീസുകാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. കൂടാതെ സുരക്ഷാ സന്നാഹങ്ങളുമായി കരയിലും പെരിയാറിലും ഫയർഫോഴ്സും ഉണ്ടാകും. മീഡിയ ടൈം, ആലുവ. ഇനി നാട്ടിൽ നടന്നത്. മാള ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള വിതരണത്തിലെ ഗുരുതരമായ വീഴ്ചകൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടിവെള്ളം എത്തിച്ച് ദാഹം അകറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അബി പ്രസാദ് മാള പഞ്ചായത്തിലെ ജലനിധി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഹക്കീം ഇക്ബാൽ സമരം ഉദ്ഘാടനം ചെയ്തു. A. അഷറഫ്, ശോഭന ഗോകുൽനാഥ്, സോയ് കോലഞ്ചേരി, TK ജിനീഷ്, EJ ഷിൻഡോ, MC വിനയൻ, PR ജിനേഷ്, മിഥുൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കാട്ടിക്കരക്കുന്ന്, കോൾക്കുന്ന്, കുന്നത്തുകാട് കുടിവെള്ളമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഇവിടെ മാസത്തിൽ 1 തവണ വീടുകളിൽ വെള്ളം എത്തുന്നത് പോലും കൃത്യമായി ലഭിക്കുന്നില്ല. ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ സമരം സംഘടിപ്പിച്ചത്. ആമ്പല്ലൂർ സെന്ററിലെ തട്ടുകടയിൽ നിന്ന് ബ്രൗൺ ഷുഗർ പിടികൂടി. തട്ടുകടയുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സാബിറിനെയാണ് പുതുക്കാട് പോലീസും സാൻഡാഫും ചേർന്ന് പിടികൂടിയത്. ഇയാളിൽ 2 ലക്ഷം രൂപ വില വരുന്ന ബ്രൗൺ ഷുഗർ പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. രാത്രി കാലങ്ങളിലാണ് ഇയാൾ തട്ടുകട നടത്തുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് ഇയാൾ ബ്രൗൺ ഷുഗർ വിൽപ്പന നടത്തിയിരുന്നത്. പുതുക്കാട് SI B പ്രദീപ് കുമാർ, തൃശൂർ ഡാൻസ് ഓഫ് SI-മാരായ VG സ്റ്റീഫൻ, PP ജയകൃഷ്ണൻ, VP റോയ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ബ്രൗൺ ഷുഗർ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അതിരപ്പള്ളിയിൽ കാട്ടാൻ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് അതിരപ്പള്ളി പഞ്ചായത്തിൽ UDF കരിദിനമായി ആചരിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് കരിദിനം ആചരിച്ചത്. കരിദിനത്തോടനുബന്ധിച്ച് രാവിലെ വെറ്റിലപ്പാറ 13-ൽ പ്രതിഷേധ യോഗം നടന്നു. CPM കാര ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ KN രാജേഷ് അനുസ്മരണ ദിനം ആചരിച്ചു. അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി കാര പുതിയ റോഡ് സെന്ററിൽ മതനിരപേക്ഷത ആക്രമിക്കപ്പെടുമ്പോൾ നിശബ്ദരാവരുത്, വിദ്വേഷത്തിനെതിരെ മാനവായിക്യം എന്ന വിഷയത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ സംസാരിച്ചു. OS അഹമ്മദ് അധ്യക്ഷനായി. CA ഷഫീർ, KK സുരേന്ദ്രൻ, നിഷ അജിതൻ, VH റിസ്വാൻ, PM രഞ്ജൻ എന്നിവർ സംസാരിച്ചു.
അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ പുതിയ റോഡ് യൂണിറ്റും ചെഗുവേര സാംസ്കാരിക വേദിയും സംയുക്തമായി പുതിയ റോഡ് പരിസരത്ത് നടത്തിയ അരി വിതരണം എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി പെരിങ്ങൽകുത്തിൽ വത്സല എന്ന സ്ത്രീ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മഞ്ഞക്കൊമ്പന്റെ ആക്രമണത്തിൽ എന്ന് നിഗമനം. വാച്ചുമരം കോളനിയിൽ ഊരുമൂപ്പൻ രാജന്റെ ഭാര്യയാണ് മരിച്ച വത്സല. കാട്ടിൽ വിറകും മറ്റും ശേഖരിക്കാൻ കയറിയപ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇവരെ ആക്രമിച്ച കൊലയാന മഞ്ഞക്കൊമ്പനാണെന്നാണ് പ്രദേശത്തെ ആദിവാസി വിഭാഗങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത്. കൊമ്പിൽ മഞ്ഞ നിറമുള്ളതിനാലാണ് ഇതിനെ മഞ്ഞക്കൊമ്പൻ എന്ന് പേര് വീണത്. ആന മറപ്പാടിലാണെന്ന് സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. പ്രദേശവാസികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്വർണ്ണവില വീണ്ടും റെക്കോർഡിട്ടു. ഇന്നലത്തെ റെക്കോർഡ് വിലയാണ് ഇന്ന് മറികടന്നത്. ഇന്ന് ഒരു പവന് 200 രൂപയാണ് വർദ്ധിച്ചത്. വിപണിയിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില 47,760 രൂപയാണ്. അമേരിക്ക എക്കാലത്തെയും വലിയ പണപ്പെരുപ്പത്തെ അഭിമുഖീകരിക്കുന്നതാണ് വിലവർദ്ധനവിന് പ്രധാന കാരണം. ഫെബ്രുവരിയിലെ അവസാന ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മാർച്ച് ആദ്യ ദിനങ്ങളിൽ തന്നെ സ്വർണ്ണവില കുത്തനെ ഉയർന്നു. മാർച്ച് 1 മുതൽ 6 വരെ 1,650 രൂപ വർദ്ധിച്ചു. വിവാഹ സീസൺ ആയതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ് സ്വർണ്ണവില വർധനവുണ്ടാക്കുന്നത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ഇന്ന് 25 രൂപ ഉയർന്നു. വിപണി വില 5,970 രൂപയാണ്. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 4,955 രൂപയാണ്. കൊടുങ്ങല്ലൂർ CMMOLP സ്കൂളിന്റെ 58ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ സംഗമവും നടന്നു. സ്കൂൾ മാനേജർ മുഹമ്മദ് സൈദ് ഉദ്ഘാടനം നിർവഹിച്ചു. SMC പ്രസിഡന്റ് സഹജൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്കൂളിന്റെ ഉന്നമനത്തിന് നൽകിയ സംഭാവനയ്ക്ക് KK ഉമറിനെ ആദരിച്ചു. ഹെഡ്മാസ്റ്റർ സജിത് TA, PTA പ്രസിഡന്റ് ഷിൻസി എന്നിവർ സംസാരിച്ചു. SSLCയിൽ ഫുൾ A+ നേടിയവരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിച്ചു. 2023-24 അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി. അണ്ണലൂർ സ്ഫടിക മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം മാർച്ച് 8 വെള്ളിയാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മഹാമൃത്യുഞ്ജയ ഹോമം, ഏകദശ ശ്രീരുദ്രധാര, ഭഗവതി സേവ, ശിവരാത്രി വിളക്ക്, ദീപാരാധന, 1000 കുടം അഭിഷേകം, അഷ്ടാഭിഷേകം എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ MR സുരേഷ്, പ്രൊഫസർ S മാധവൻ, AM മോഹനൻ, വിജയലക്ഷ്മി സുരേഷ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വാച്ചുമരം ആദിവാസി കോളനിയിലെ ഊരുമൂപ്പന്റെ ഭാര്യ വത്സയുടെ മൃതദേഹം സംസ്കരിച്ചു. വനംവകുപ്പിന്റെ ധനസഹായം DFOR ലക്ഷ്മി ഊരുമൂപ്പൻ രാജന് കൈമാറി. മുഖ്യമന്ത്രിയുടെ 12 ഇന പരിപാടിയിൽ ഉൾപ്പെടുത്തി കൊടകര ഗ്രാമപഞ്ചായത്ത് കൊടകര ഗാന്ധിനഗറിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചു. വിശ്രമ കേന്ദ്രം അടച്ചുപൂട്ടി. കലാഭവൻ മണി വിട പറഞ്ഞിട്ട് ഇന്ന് 8 വർഷം. മണിയെ അനുസ്മരിച്ച് ചാലക്കുടിയിൽ വിവിധ സംഘടനകൾ അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.